ദൃശ്യങ്ങളിൽ കാണാം തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധ ഉണ്ടായി. പിന്നീട് SCT ആശുപത്രിയിൽ ചികിത്സയിരിക്കെ മരിച്ച നിയയുടെ 7 വയസ്സുകാരി നിയയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വലിയ സങ്കടഭാരത്തിലാണ് അവരെ എല്ലാവരും ഉള്ളത്. കൃത്യമായി എല്ലാം വാക്സിനൊക്കെ എടുത്തിട്ടും ഇങ്ങനെയൊരു വലിയ ദുരന്തം, വലിയൊരു സങ്കടം അത് ഉണ്ടായതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങളെല്ലാം. അശ്വിൻ പാലാഴിയോടൊന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, കുടുംബാംഗങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നതല്ല. 7 വയസ്സുകാരിയാണ് മരണത്തിന് കീഴടങ്ങിയത്. നായ കടിച്ചിട്ടും ചികിത്സയെല്ലാം നടത്തിയിട്ടും ഇങ്ങനെയൊരു ദുരന്തം ആ കുടുംബത്തിലേക്ക് ഉണ്ടാവുന്നു. അവർക്കത് താങ്ങാൻ കഴിയുന്നതല്ല. വിവരങ്ങൾ പറയും. പ്രജിൻ, ഹൃദയഭേദകമാണ് നമുക്ക് ഈ ആശുപത്രിയിൽ നിന്ന് കാണാൻ കഴിയുന്ന രംഗമെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഈ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. അത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പിറകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ആംബുലൻസിന് പുറകെ നടക്കുന്ന അമ്മ. ആ ദൃശ്യങ്ങൾ വളരെ ഹൃദയഭേദകമാണ്. ആ ആംബുലൻസ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വീട്ടിലേക്കാണ്, കുന്നിക്കോടുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് പള്ളിയിൽ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കുട്ടിയുടെ അമ്മയും കുടുംബാംഗങ്ങളടക്കമുള്ള ആളുകൾ മറ്റൊരു വാഹനത്തിൽ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഈ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെയൊക്കെ അതീവ ഗുരുതരമായ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 90% ജീവൻ നിലനിർത്തിയിരുന്നത് അത് ഈ വെന്റിലേറ്റർ വഴിയായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ അടക്കം പറഞ്ഞത്, ആശുപത്രി അധികൃതർ അടക്കം പറഞ്ഞിരുന്നത്. അദ്ദേഹം നിലവിൽ ഇന്നലെ തന്നെ കുടുംബം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആശങ്ക അറിയിക്കുകയും ചെയ്തതാണ്. ഈ കുട്ടിയുടെ കൈമുട്ടിന് മുകളിലേക്കാണ് കടിയേൽക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഞരമ്പിലേറ്റ കടി അത് ഗുരുതരമായ SCT ആശുപത്രിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രതികരണം വരുന്നതിലേക്ക് വളർത്തിയതുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന എല്ലാ സഹായവും ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുമായിരുന്നു. അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാന് ഇപ്പതാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. എന്റെ കുഞ്ഞില്ലാതെ പട്ടിക്കുണ്ടെന്ന് പ്രജിൻ, ആ കുട്ടിയുടെ അമ്മ വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. പലതവണ അവിടുത്തെ ഈ തെരുവുനായ പ്രശ്നമൊക്കെ ഉന്നയിച്ചതാണ്. പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെടാതെ പോയതിന്റെ ബാക്കിപത്രമാണ് തന്റെ കുട്ടിയുടെ മരണം എന്നുള്ളതാണ് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവരും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും ആശങ്കാജനകമാകുന്നത് 3 തവണ വാക്സിൻ എടുക്കുന്നു, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചികിത്സാ രീതികളിലേക്കൊക്കെ പോകുന്നു. ഒരു പേവിഷബാധയേറ്റാൽ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ തുടരുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം വിദഗ്ധ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ ചികിത്സയും മറ്റു മരുന്നുകളും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ ഇവിടുത്തെ ആശുപത്രിയിൽ SCT ആശുപത്രിയിൽ തന്നെ പ്രാഥമിക സൗകര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും സൗജന്യമായൊക്കെ ഏർപ്പെടുത്തിയതാണ്. എന്തായാലും പരമാവധി ചെയ്തിട്ടും എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്നുള്ള ചോദ്യം, അതിന് ഉത്തരം വേണ്ടതുണ്ട്. അതിലൊക്കെ പ്രാഥമിക അന്വേഷണം, വിശദമായ അന്വേഷണം, വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണമൊക്കെ കൃത്യമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് കുട്ടിയുടെ പിതാവടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് SCT ആശുപത്രിക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകിയത്. നിയ ഫൈസലിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് SCT ആശുപത്രിയിൽ നിന്നും. ഹൃദയം തകർന്നാണ് നിയയുടെ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം അതുണ്ട് എന്ന് എത്രയോ തവണ പറഞ്ഞതാണ്. പക്ഷേ പിന്നെയും അവിടെ ഈ മാലിന്യം, അറവ് മാലിന്യം അടക്കം തള്ളിയതാണ് ഇതിനെല്ലാം കാരണമായത്. അവിടെയാണ് നായ്ക്കൾ വന്നത്. അതിലൊരു നായയാണ് എൻ്റെ കുഞ്ഞിനെ ആക്രമിച്ചത്, ഞാൻ കണ്ടതാണത് എന്നൊക്കെയുള്ള അവരുടെ ഹൃദയം തകരുന്ന വേദനയിലുള്ള അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലെന്താണ് ഇനി അധികാരികൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വർഷം ഇപ്പോൾ ഈ 5ാം മാസമാവുകയാണ്. ഈ വർഷം പിറന്നിട്ട് അതിനിടയിൽ 14 പേർക്കാണ് പേവിഷബാധയിലൂടെ മരണം സംഭവിച്ചതെന്ന് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്.